ഹലോ, ഞങ്ങളുടെ ചെന്നൈയിലെ ഒരു ക്ലോസ് റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. സോ അവിടുത്തെ ഫുഡിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തലകറക്കമാണ്. കാരണം എനിക്ക് തമിഴ്നാട്ടിലെ ഫുഡ് എനിക്ക് സെറ്റ് ആവത്തില്ല. പേഴ്സണലി എനിക്ക് സെറ്റ് ആവത്തില്ല. എനിക്ക് അവിടുത്തെ തൈര് സാദമൊക്കെയുള്ളൂ സെറ്റ് ആവുന്നുള്ളൂ. പിന്നെ ഇവരുടെ കല്യാണത്തിന് വെജും മാത്രമേ ഉള്ളൂ. അതും കൂടി അറിഞ്ഞപ്പോൾ എനിക്ക് ഫുൾ ടെൻഷൻ. പക്ഷേ ഇവരുടെ കല്യാണത്തിൻ്റെ ഫുഡ് കാണുമ്പോൾ ഞാൻ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. ആദ്യം തന്നെ ഈ വടാപ്പാവ് പാനിപ്പൂരിയുടെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇല ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവർ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യുമ്പം തന്നെ ഒരു 10-15 മിനിറ്റ് ആയി കാണും. നോക്കിയപ്പോൾ ഇലയ്ക്കകത്ത് സ്ഥലമില്ല. അതുപോലെ ഐറ്റംസ് എല്ലാം വെജാണ്. ഇതിൻ്റെ പേരെന്താ നാളെന്താ വെച്ചാൽ സത്യം എനിക്കറിയത്തില്ല. ആദ്യം മൺകലം വെച്ചു. അതിനകത്ത് എന്തോ നമ്മുടെ മാംഗോ ഫ്ലേവറുള്ള പായസമായിരുന്നു. അടിപൊളിയായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ വാഴക്കുള്ളിൽ ഒരു പ്ലേറ്റ് എന്ന പോലെ അതിനകത്ത് ഫുൾ സ്വീറ്റ് സെക്ഷൻ. സ്വീറ്റ് എന്ന് വെച്ചാൽ ആ സ്വീറ്റ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ മത്ത് പിടിച്ച് കിറുങ്ങും. അതുപോലെ ഞാൻ അതിൽ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ, കാരണം ഞാൻ ഈ പാനിപ്പൂരിയും വടാപ്പാവും ഒക്കെ ഞാൻ കുത്തി കീറ്റിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ സ്വീറ്റ്സും കൂടി വെച്ച് ഞാൻ ഫുൾ മത്തായി കിടക്കുകയാണ്. പിന്നെ അവിടെ ചിക്കൻ കാലും വല്ല ഒരു സാധനം, അതിൻ്റെ പേര് നാളൊന്നും എന്നോട് ചോദിക്കരുത്. സത്യം പറഞ്ഞാൽ അതൊക്കെ വെജ് ഐറ്റംസാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വെജ് ഞാൻ ഒരുമിച്ച് കാണുന്നത്. വീട്ടിൽ അവിയൽ വെച്ചാൽ പോലും കൂടുതൽ ടച്ചിങ്സിന് ഒരു ചിക്കൻ ചാറെങ്കിലും വേണം എന്നൊക്കെ പറയുന്ന ഞാനാണ്. ഇത്രയും വെജ് ഐറ്റംസിൻ്റെ പേര് സത്യമായിട്ട് എനിക്കറിയത്തില്ല. ആകെ ഞാൻ അതിനകത്ത് എനിക്കറിയാവുന്നതെന്ന് വെച്ചാൽ ദോശ, ഇഡ്ഡലി, പൊങ്കൽ, പിന്നെ കുറച്ച് ചമ്മന്തി, സാമ്പാർ, ഇതൊക്കെ എനിക്കറിയാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചുള്ളൂ. സ്വീറ്റ് ഐറ്റം ഞാൻ ടേസ്റ്റ് മാറ്റി വെച്ചു. കാരണം എനിക്ക് ഭയങ്കര സ്വീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു വോമിറ്റിംഗ് സെൻസേഷൻ പോലെ വന്നു. അല്ലാതെ സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ സ്വർഗ്ഗമായിരിക്കും. കാരണം എല്ലാ സ്വീറ്റ്സാണ്. ഇത് കഴിച്ചാൽ ഒറ്റയടിക്ക് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടി, ഷുഗർ കൂടി എന്തെങ്കിലുമൊക്കെ ആവും തോന്നും. അതുപോലെ സ്വീറ്റ്നെസ് ആയിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. അപ്പോൾ കുറേ പേര് സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു, ഹേറ്റേഴ്സും ഉണ്ടായിരുന്നു. ഇത്രയും ചിലവാക്കുന്നത് എന്തിനാണെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ പൈസ ഉണ്ട്, നിങ്ങൾക്ക് എന്തായാലും ചിലവാക്കണ്ടേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കല്യാണത്തിന് ചിലവാക്കുന്ന ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു സാധനമാണ്. അവർ വെറുതെ അല്ല വെക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അവരും വെക്കത്തില്ല. സോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതി. ഞാനിതിപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും എല്ലാം വെച്ചോ ഞാൻ പറഞ്ഞത്. സോ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻ ആയാലും ശരി, ഈ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്. ഫുഡും അതും ഒരു ആർട്ടല്ലേ. സോ അത് നമ്മൾ എന്തിനാണ് കാശ് ചിലവാക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്കിച്ചിരി പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം അതിനും ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നമാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാതിരിക്കുക. അതിനകത്തത് സൂപ്പാണ് ഗൈസ്, മുരിങ്ങ സൂപ്പാണ്. ഏട്ടന് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വെജ് റൈസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്.